ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമ്മുടെ നോർസെറ്റ് 9 എക്സാം കഴിഞ്ഞു. അതിന്റെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് ആണ്. അതായത് നമുക്ക് ഏത് എയിംസ് ആണോ വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണല്ലേ. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിലാണ് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. നോക്കിക്കേ, നമ്മൾ ആദ്യം അതായത് നമ്മുടെ ഈ ചോയ്സ് ഫില്ലിംഗ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയിംസിന്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. അതായത് നമ്മുടെ eimsexam.ac.in വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. നമ്മൾ സാധാരണ നമുക്കറിയാം നമ്മുടെ യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. അതിനകത്ത് ഈ ഒരു സീറ്റ് അലോക്കേഷൻ കേട്ടോ, ഈ ഒരു സീറ്റ് അലോക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. സീറ്റ് അലോക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഡീറ്റെയിൽസ് ഉണ്ടാകും. സോ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ വേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ റാങ്ക് ഏറ്റവും മുന്നിലത്തെ റാങ്ക് ആയിക്കോട്ടെ, കുറച്ച് പിന്നിലേക്കുള്ള റാങ്ക് ആയിക്കോട്ടെ, ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ റാങ്കിനെ കുറിച്ച് ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേണ്ടത് അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? അത് എപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. കുറച്ച് ഹിന്റൊക്കെ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കണം, ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ തന്നെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കേട്ടോ, നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട്, കാരണം ഇപ്പോ എന്ന് പറയുക ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, അതായത് ഒരു എയിംസിൽ നിന്ന് വേറൊരു എയിംസിലേക്ക് ട്രാൻസ്ഫർ നിലവിൽ പോസിബിൾ അല്ല. അപ്പം നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുക അവിടെ നമ്മൾ റിട്ടയർമെന്റ് വരെ നമ്മൾ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതെല്ലാം നിങ്ങൾക്ക് സെന്റർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നോർസെറ്റ്, അതായത് നോർസെറ്റ് 10 എഴുതി വീണ്ടും ഇതുപോലെ സെയിം പ്രോസസ്സിൽ നമുക്ക് പുതിയ എയിംസ് തിരഞ്ഞെടുക്കുക. ആ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ജോയിൻ ചെയ്യുക അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ്. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, രണ്ടാമത്തേത് ഇനി നമ്മുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം. അതല്ല ചില ആൾക്കാർ കരിയർ പ്രോഗ്രഷൻ നോക്കുന്നുണ്ടാവും, അതായത് സീനിയോറിറ്റി അല്ലെങ്കിൽ പ്രൊമോഷൻ, ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യത ഇതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ചില ആൾക്കാർ വർക്ക് ലോഡ് എങ്ങനെയുണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ജോയിൻ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് വരുന്ന കാര്യം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. കാരണം നമ്മുടെ റാങ്കും കൂടാതെ നമ്മുടെ പ്രിഫറൻസിന്റെ ആ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് ഏത് എയിംസ് ആണോ അവര് തരിക അത് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ എയിംസിന്റെ സൈറ്റ് ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ ഈ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ എയിംസ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അതനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് യുവർ ടൈം ആൻഡ് ഡിസൈഡ് ഓൺ വെയർ ടു ചൂസ്. ഞാൻ പറഞ്ഞ കാര്യം, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആയിരിക്കും വരിക. അപ്പം ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് സബ്മിറ്റഡ് ഓപ്ഷൻസ് കനോട്ട് ബി എഡിറ്റഡ് ഫർദർ. അതായത് നമ്മൾ ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. അതുകൂടാതെ ഈ നമ്മൾ ചോയ്സ് ഫില്ലിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ ഒരു ഫോട്ടോയോ ഒരു പ്രിന്റ് ഔട്ടോ ഒക്കെ നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തന്നെ ഒരു ക്രൈറ്റീരിയ എഴുതി ഉണ്ടാക്കുക. അതായത് നമ്മൾ ഒരു ചോയ്സ് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുക. ഏതൊക്കെ എയിംസ് ആണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്രിഫറൻസിൽ തന്നെ നിങ്ങൾ എഴുതി അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ, അതായത് വൈൽ അറേഞ്ചിങ് ദി ചോയ്സസ് മേക്ക് എ പ്രയോറിറ്റി ലിസ്റ്റ് ഇൻ അഡ്വാൻസ്. രണ്ടാമത്തേത് സീറ്റ് അലോട്ട്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ റാങ്ക് ആൻഡ് പ്രിഫറൻസ് ഓർഡർ. അതായത് നിങ്ങളുടെ റാങ്കും അതുകൂടാതെ നിങ്ങളുടെ പ്രിഫറൻസ്. ഇപ്പം നിങ്ങളിപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് മേ ബി ജിപ്മർ പോണ്ടിച്ചേരിയാണ് നിങ്ങൾ വെച്ചേക്കുന്നതെങ്കിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതായിരിക്കും കിട്ടുക. അതല്ല നിങ്ങളിപ്പം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എയിംസ് ജമ്മു ആണ് വെച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എയിംസ് ജമ്മു ആയിരിക്കും അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ കിട്ടുക. അപ്പം എപ്പോഴും നമ്മുടെ പ്രിഫറൻസ് മാറ്റർ ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. ഡോണ്ട് റാൻഡംലി ലിസ്റ്റ് ദ എയിംസ് കേട്ടോ.
നെക്സ്റ്റ് നിയർ ബൈ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കേ, ജിപ്മർ പോണ്ടിച്ചേരി, ജിപ്മർ യാനം കേട്ടോ, ഇവിടെ രണ്ടിടത്തും വേക്കൻസീസ് ഉണ്ട്. കൂടാതെ മധുരൈ ഉണ്ട്, പിന്നെ എയിംസ് മംഗളഗിരി ഉണ്ട്. അപ്പോൾ ഇത്രയും 4 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ കേരളത്തിന്റെ അടുത്തായിട്ട് വരിക. ഇത് പിന്നെയും നമ്മുടെയൊക്കെ വീട് എവിടെയാണ്, ഇപ്പോൾ ട്രിവാൻഡ്രംകാരുടെ പോലെ ആയിരിക്കത്തില്ല എറണാകുളത്തുള്ളവർക്ക്, എറണാകുളംകാർക്ക് ഉള്ളതുപോലെ ആയിരിക്കില്ല തൃശ്ശൂരുള്ളവർക്ക് അല്ലെ. സോ അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ്, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള എയിംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന് നോക്കിയേ, ജിപ്മർ പോണ്ടിച്ചേരി ഏകദേശം 448 വേക്കൻസീസ് ഉണ്ട്. പിന്നെ ജിപ്മർ യാനം 10 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മധുരൈ, എയിംസ് മധുരൈ 50 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എയിംസ് മംഗളഗിരിയിൽ 143 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പറയട്ടെ, എയിംസ് മധുരൈ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം ഒന്ന്, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സിറ്റിയാണ് മധുരൈ എന്ന് പറയുക. രണ്ടാമത്, അവിടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അവിടെ സ്ട്രീം ലൈൻഡ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ എങ്കിലും നമുക്ക് സീനിയോറിറ്റിയൊക്കെ കുറച്ചുകൂടെ, അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ കുറച്ചുകൂടെ സാധ്യത കൂടിയ സ്ഥലം എന്ന് പറയുക എയിംസ് മധുരൈ ആയിരിക്കും. അതുപോലെ തന്നെ എയിംസ് യാനോ, അതും വെച്ചാൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊമോഷൻ കുറച്ചുകൂടെ സാധ്യതകൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇനിഷ്യൽ ഫേസിൽ കുറച്ച് സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എയിംസ് പുതുച്ചേരി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പഴയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പം ആ രീതിയിലുള്ള, അതായത് നമുക്ക് എത്തിപ്പെടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ പ്രൊമോഷൻ കാര്യങ്ങളിലൊക്കെ കുറച്ച് കാലതാമസം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എയിംസ് മംഗളഗിരി നമുക്കറിയാം ആന്ധ്രാപ്രദേശിലാണ്. അവിടെ 143 വേക്കൻസീസ് ആണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ആ ചോയ്സ് ഫില്ലിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും. അതിലുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ പ്രിഫറൻസിന് അനുസരിച്ച് കേട്ടോ. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാം. പിന്നെ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് ലീവിങ് ചോയ്സസ് അൺഫിൽഡ് കേട്ടോ. അതായത് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതല്ല. പിന്നെ നിങ്ങൾ ഒരിക്കൽ അത് ഫൈനലാക്കി കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ സെലക്ടിങ് ഓൺലി ടോപ്പ് 2 to 3 എയിംസ്, അത് ബേസിക്കലി എല്ലാവരും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് അങ്ങനെ 2 or 3 എയിംസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ എയിംസും നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുകൂടാതെ ഡബിൾ ചെക്ക് ബിഫോർ ഫൈനൽ സബ്മിഷൻ. നമ്മൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡബിൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ്, അപ്പം ഇത് ചോയ്സ് ഫില്ലിംഗ് ഇപ്പൊ 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെ, അതായത് വരുന്ന തിങ്കളാഴ്ച വരെയാണ് ഇത് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു 20-ന് ഉള്ളിൽ തന്നെ നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കാം. രണ്ടാമത്തേതായിട്ട് ഇനി നെക്സ്റ്റ് എന്താണ്, അതായത് നമ്മളിപ്പം നമുക്ക് ഏത് എയിംസ് ആണോ വേണ്ടത് നമ്മൾ ചൂസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ വിൻഡോസ് കാര്യങ്ങളൊന്നും ഇപ്പം ഓപ്പൺ ആയിട്ടില്ല. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്സ്, അതായത് നമുക്കൊരു എയിംസ് അലോട്ട് ചെയ്യും, അതിനുശേഷം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് അവർ പറയും. അതായത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തരും, അതിനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യും, അതിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 1 week കഴിഞ്ഞിട്ടായിരിക്കും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അതിനുശേഷം നെക്സ്റ്റ് ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ നെക്സ്റ്റ് ടൈം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു എയിംസ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എയിംസിൽ നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി പോവുക എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് അപ്ലോഡ് ആണ്. അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരിക. സോ ഇതാണ് നമ്മുടെ ഇനിയുള്ള സ്റ്റെപ്സ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, അതായത് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ സിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ എയിംസ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ് വരുന്നത്. ഈ രീതിയിൽ നിങ്ങളെല്ലാം ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.